ഓം ശാന്തി. ശബരിമല തീർത്ഥാടന യാത്രയിലാണല്ലോ നമ്മളെല്ലാം, ആത്മീയമായ യാത്രയിൽ. ശബരിമല തീർത്ഥാടന യാത്രയിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? മാലയിടുക അല്ലേ? മാല വിജയത്തിൻ്റെ മാല, മാല ദൃഢതയുടെ ഒരു മാലയാണ്. മാല ഒരു മുദ്രമാലയാണ്, അടയാളമാണ്. ഞാൻ എന്ത് വ്രതം എടുക്കുന്നു അതിൽ വിജയിക്കും, എല്ലാ ദിവസവും ഞാൻ പാലിക്കും. അതിനുള്ള അടയാളം മാല കാണുമ്പോൾ ഞാനൊരു അയ്യപ്പസ്വാമിയാണ്, ഞാൻ ചില വ്രതങ്ങൾ എടുത്തിട്ടുണ്ട് എന്നെനിക്ക് എന്നെ ഓർമ്മിപ്പിക്കാൻ, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ. ഞാൻ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെന്നോട് എങ്ങനെ പെരുമാറണം, രണ്ടിനും ഈ മുദ്രമാല സഹായിക്കും. ഒപ്പം നമ്മൾ കറുപ്പ് മുണ്ട് ഉടുക്കാറുണ്ട്. അത് നമുക്കൊരു വിശേഷ യൂണിഫോമാണ് തീർത്ഥാടനത്തിനുള്ള. അപ്പം എങ്ങനെയാണോ സിസ്റ്റർ ഈ വൈറ്റ് ഡ്രസ്സ്, ഇതൊരു യൂണിഫോമാണ്. ഞാൻ ആരാണ്, എങ്ങനെയുള്ള ജീവിതമാണ് ജീവിക്കുന്നത്, ഒരു ആധ്യാത്മിക ജീവിതം ജീവിക്കുകയാണ്, ഒരു പവിത്രമായ ജീവിതം ജീവിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിചാരങ്ങളും വ്യവഹാരങ്ങളും, ഞാൻ കഴിക്കുന്നതും കുടിക്കുന്നതും പെരുമാറുന്നതും എല്ലാം പവിത്രമായിരിക്കണം. ഈ വൈറ്റ് ഡ്രസ്സിന് യോജിക്കാത്ത ഒരു കർത്തവ്യം, യൂണിഫോമിന് യോജിക്കാത്തതൊരു കാര്യം ഞാൻ ചെയ്യരുത്. അപ്പോൾ നമ്മൾ മുദ്രമാല അണിഞ്ഞ് കറുത്ത വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്വാഭിമാനം ഉണ്ടാക്കുകയാണ്. ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ഒരു സ്കൂൾ യൂണിഫോമിലിരിക്കുമ്പോൾ, ഒരു പട്ടാളക്കാരൻ ആ ഡ്രസ്സിലിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു സ്വാഭിമാനം ഉണ്ടാവും. ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാൻ ഇന്ന സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റേതായ ഡിസിപ്ലിൻ, എല്ലാ വ്രതങ്ങളും പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു അലേർട്ട്നെസ് ഉണ്ടാവും. നമുക്കൊരു ബോധവാന്മാരായിരിക്കും നമ്മളെപ്പോഴും. തെറ്റിലേക്ക് ശനിദോഷം ബാധിക്കാതിരിക്കാൻ ഈ മുദ്രമാലയും കറുപ്പ് വസ്ത്രമൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ ഈ കലികാലത്തിൻ്റെ അവസാന സമയത്ത് ഇപ്പം എന്താ സംഭവിച്ചിരിക്കണേ? ഇപ്പം നമ്മൾ ശബരിമല തീർത്ഥാടനത്തിൽ മാലയിടുന്നു, കറുപ്പൊടുക്കുന്നു, നമ്മൾ ഇരുമുടി കെട്ടേന്തി പോകുന്നു. പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മാല അഴിച്ചു വയ്ക്കുന്നു, കറുപ്പ് വസ്ത്രം മാറ്റുന്നു. വീണ്ടും നമ്മൾ എന്തെല്ലാം വ്രതങ്ങൾ, ശുദ്ധികൾ, ജീവിതത്തെ നമ്മൾ 41 ദിവസം കൊണ്ട് എത്ര ശുദ്ധീകരിച്ചിരുന്നോ, ആ ശുദ്ധീകരിച്ച ജീവിതത്തെ വീണ്ടും നമ്മൾ ഒരു കലിയുഗ മാനവനായി, കലിയുഗിയായി അങ്ങ് ജീവിതം തുടങ്ങുകയാണ്. ഇത് വീണ്ടും ഒരു മണ്ഡലം പോലെയാണ്. 41 ദിവസം നമ്മൾ അയ്യപ്പസ്വാമിയായി ജീവിച്ചു, വ്രതശുദ്ധിയോടെ ജീവിച്ചു, വെളുത്ത ജീവിതം ജീവിച്ചു. വെളുത്ത ജീവിതത്തിൽ നിന്ന്, വെളുത്ത പക്ഷത്തിൽ നിന്ന് വീണ്ടും നമ്മൾ കറുത്ത പക്ഷത്തിലേക്ക് പോകുമ്പോലെ വീണ്ടും കലിയുഗി ആസുരീയ സ്വഭാവങ്ങളിലേക്കുള്ള ദോഷകരമായ ശനിദോഷത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെയാണ് നമുക്ക് ശ്രദ്ധാലുവായിരിക്കേണ്ടത്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയമായ തീർത്ഥയാത്ര തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം. കാരണം നമ്മൾ വെറും ശരീരം മാത്രമല്ലല്ലോ, ആണോ? ഈ ശരീരത്തിനുള്ളിലൊരു ആത്മചൈതന്യം ഉണ്ടല്ലോ. അപ്പം ആത്മാവും ശരീരവും കൂടി ചേർന്നാണ് നമ്മുടെ ജീവിതയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കലിയുഗത്തിൽ നമ്മുടെ അവസ്ഥ എന്തായി? നമ്മൾ കേവലം ഒരു ശരീരമാണെന്ന ബോധം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കേവലം ഈ മാംസബോധത്തിലാണ് നമ്മൾ. അതിനെയാണ് ഭോഗീ ജീവിതം എന്ന് പറയുന്നത്. കഴിക്കുക, കുടിക്കുക, തോന്നുന്നത് കഴിക്കുക, തോന്നുന്നത് കുടിക്കുക, തോന്നുന്നത് ചെയ്യുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുമ്പോൾ കിടക്കുക. അതാണ് കലിയുഗി ജീവിതം, കറുപ്പ് ബാധിച്ച ജീവിതം, ഭോഗീ ജീവിതം. വാസനകൾ, ഭോഗവാസനകളുടെ പിന്നാലെ മാത്രമുള്ള നമ്മുടെ ഒരു പാച്ചിൽ. ഉണ്ണാൻ വേണ്ടി സമ്പാദിക്കണം, സമ്പാദിച്ച ക്ഷീണത്തിൽ കിടന്നുറങ്ങണം, വീണ്ടും അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കണം അല്ലേ, സമ്പാദിക്കാൻ ഓടണം, വിശക്കുമ്പം കഴിക്കണം, ക്ഷീണിക്കുമ്പോൾ കിടന്നുറങ്ങണം.
അപ്പം നമ്മൾ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് ഈ മണ്ഡലകാലം നമ്മളെ എന്താ ഓർമ്മിപ്പിക്കണേ? നമുക്കെല്ലാവരെയും വിളിക്കുന്നത്, നമ്മൾ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാമി എന്നല്ലേ വിളിക്കാറുള്ളൂ അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ശ്രദ്ധയുടെ ആവശ്യമാണുള്ളത്. നമുക്ക് മാല അഴിച്ചു വെച്ച് കഴിഞ്ഞാലും, കറുപ്പ് വസ്ത്രം നമ്മൾ അഴിച്ചു വെച്ചാലും, നമ്മുടെ മനസ്സിൽ ഒരു മാല, വിജയത്തിൻ്റെ മാല നമ്മുടെ കഴുത്തിൽ സദാ ഉണ്ടാകണം. ജീവിത വിജയികളായിരിക്കണം നമ്മൾ. ജീവിതത്തിൽ വിജയിക്കുക അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിലാണ് നമുക്ക് ജയിക്കേണ്ടത്. മനസ്സുകൊണ്ട് നമ്മൾ വിജയിക്കണമെങ്കിലോ നമ്മൾ കലിയുഗത്തിലെ ആസുരീയ സ്വഭാവങ്ങളുടെ മേലെയാണ് ജയിക്കേണ്ടത് അല്ലേ? വളരെ കറുത്ത സ്വഭാവങ്ങൾ, ആ കറുത്ത സ്വഭാവങ്ങളാകുന്ന കറുത്ത മുണ്ട് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അഴിച്ചു വയ്ക്കേണ്ടത്. ഏതാ കറുത്ത സ്വഭാവം? ക്രോധം അല്ലേ? അഹങ്കാരം, അസൂയ, പക, വിദ്വേഷം, ആലസ്യം, മടി, ദേഷ്യം, വെറുപ്പ്, പൊങ്ങച്ചം പറയുക, അഹങ്കാരം കാണിക്കുക, അശ്രദ്ധയോടെ ജീവിക്കുക, ആലസ്യത്തിൽ പോവുക, മടി പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക അല്ലേ? ഈ ആസുരീയ സ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, വൈകി ഉറങ്ങുക, വൈകി എഴുന്നേൽക്കുക, മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, ഇതൊക്കെയാണ് കറുപ്പ്. ഇതിനൊക്കെ അടിമയായി നമ്മൾ ജീവിക്കുക. ഈ ആസുരീയ ജീവിതത്തിലേക്ക് നമ്മൾ മാല അഴിച്ചു വെച്ചു പറഞ്ഞിട്ട് വീണ്ടും ഈ ആസുരീയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകരുത്. നമുക്ക് ജീവിതത്തിൻ്റെ അവസാനം വരയ്ക്ക് വെളുത്തവരായി ജീവിക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ കളറിൻ്റെ വെളുപ്പിൻ്റെ വിഷയമല്ല, പിന്നെയോ ആന്തരികമായൊരു ശുദ്ധി, വിചാരത്തിൻ്റെ ശുദ്ധി, നമ്മുടെ വാക്കുകളുടെ ശുദ്ധി, നമ്മുടെ അന്നത്തിൻ്റെ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, കുടിക്കുന്ന പാനീയങ്ങളുടെ ശുദ്ധി, ഇതെല്ലാം നമുക്ക് ജീവിതകാലം മുഴുവൻ തുടർന്നൂടെ? ഇതിനെയല്ലേ ഒരു സനാതന സംസ്കാരം എന്ന് പറയുന്നത്. സനാതനം എന്നാണ്. സംസ്കാരം സദാകാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. അത് 41 ദിവസത്തെ അല്ല, 41 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു നല്ല ശീലമാണ്. ഉറച്ച ശീലം ഉണ്ടാക്കാനാണ്. പറയാറുണ്ടല്ലോ, 21 ദിവസം കൊണ്ടൊരു ശീലം നമുക്ക് ഉണ്ടാക്കാം. അത് 41 ദിവസം കൊണ്ട് ഇത് കൂടുതൽ ഉറച്ചതായി മാറും. അതുകൊണ്ടാണ് പൂർവികർ 41 ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞത്. 41 ദിവസം കൊണ്ട് അതൊരു ഉറച്ച ശീലമായി മാറും. അതിൽ നിന്ന് പിന്നീട് നമ്മൾ വ്യതിചലിക്കില്ല. അതുകൊണ്ട് ഈ കൽപ്പാന്ത കാലത്ത്, കലിയുഗത്തിൽ നമുക്ക് നമ്മുടെ പൂർവികർ 41 ദിവസത്തെ വ്രതം നിഷ്കർഷിച്ചതിൻ്റെ കാരണം ഇതാണ്. കലിയുഗം പോവുകയാണ്, സത്യയുഗം വരികയാണ്. ഇപ്പം സമയം നമ്മൾ എത്തിയിരിക്കുന്നത് സംക്രാന്തിയിലാണ്, സംഗമയുഗത്തിലാണ്. അതുകൊണ്ട് മക്കൾ ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടി ജീവിത വിജയികളാകൂ. 41 ദിവസം എന്തെല്ലാം വ്രതം എടുത്തോ അത് ജീവിതത്തിൽ എന്നും തുടരണം. അതിനുള്ള ദൃഢതയാണ് നമുക്ക് വേണ്ടത്. ദൃഢതയ്ക്ക് ശക്തി വേണം. ശക്തിക്ക് നമ്മൾ ധ്യാനം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ധ്യാനം നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ടാവും. നിങ്ങൾക്ക് അനുഭവമല്ലേ? നമ്മൾ മാലയിട്ട് കഴിഞ്ഞാൽ ദിവസവും രാവിലെ എഴുന്നേക്കാറില്ലേ? പിന്നെ മുടക്കാറില്ലല്ലോ. എഴുന്നേറ്റാൽ ആദ്യം എന്താ ചെയ്യുക? മുങ്ങി കുളിക്കും അല്ലേ? ഉള്ളൊരു പുഴയുണ്ടെങ്കിൽ കുളിക്കും, അല്ലെങ്കിൽ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ആദ്യം കുളിക്കും. പൊതുവേ നമ്മൾ വീട്ടിലെ പല ജോലികളും തീർന്നിട്ടേ കുളിക്കാറുള്ളൂ. പക്ഷെ മലയിട്ട് കഴിഞ്ഞാൽ ആദ്യം എഴുന്നേറ്റ് കുളിച്ചിട്ടേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് 2ാമത്തെ പടിയിലേക്ക് കയറാം. ഈ വർഷത്തെ ശബരിമല തീർത്ഥയാത്രയിൽ, ആത്മീയമായ ഈ തീർത്ഥാടനത്തിൽ, ദ ലൈറ്റ് ജ്യോതി, ഈ യാത്രയിൽ നമുക്കൊരുമിച്ച് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാം. ഇന്നു മുതൽ ഞാൻ ദിവസവും അതിരാവിലെ ഉണരും. ഇപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവമാണെങ്കിൽ അതൊരു അരമണിക്കൂർ നേരത്തെയാക്കും.
4:30 എഴുന്നേക്കൂ. 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ 5:30 മാറ്റൂ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതിനായി ഞാൻ ദിവസവും രാത്രി നേരത്തെ ഉറങ്ങും. നേരത്തെ ഉറങ്ങുന്നതിന് വേണ്ടി നേരത്തെ ഭക്ഷണം കഴിക്കും. രാത്രി ഭക്ഷണം ലളിത ഭക്ഷണമായിരിക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആദ്യം ഞാൻ ഈശ്വര ധ്യാനം ചെയ്യും. കുളിച്ച് റെഡിയായി സമീപത്തുള്ള ക്ഷേത്രത്തിലോ ആത്മീയ കേന്ദ്രത്തിലേക്കോ പോകും. ദിവസവും നടക്കാവുന്ന ദൂരത്താണെങ്കിൽ നടന്നു തന്നെ പോകും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതിലൂടെ ശാരീരിക ആരോഗ്യവും ഉണ്ടാകും. നടക്കാൻ കഴിയില്ല, ഇരുട്ടത്ത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം നടന്ന് ക്ഷേത്ര ദർശനം ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ അല്പസമയം എക്സർസൈസ് ചെയ്യും. എന്തായാലും ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും. പ്രഭാതത്തിൽ അല്പസമയം 10 മിനിറ്റെങ്കിലും ഈശ്വര ധ്യാനം ചെയ്യും. കുടുംബസമേതം എല്ലാവരും ഒരുമിച്ചെഴുന്നേറ്റ് ഒരുമിച്ചിരുന്ന് ഈശ്വര ധ്യാനം ചെയ്യും. ഈശ്വരധ്യാനം പ്രഭാതത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് സങ്കല്പങ്ങളെടുക്കാം. സ്വസ്ഥമായി ചമ്രം പടിഞ്ഞിരുന്ന് ശരീരമാകുന്ന വിളക്കിൽ ആത്മദീപം തെളിയിക്കാം. ശ്രദ്ധപൂർണമായും ഇരുപിരികങ്ങളുടെ മധ്യത്തിൽ ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തിലേക്ക് കേന്ദ്രീകരിക്കാം. തലച്ചോറിനുള്ളിൽ കിടാവിളക്ക് പോലെ തെളിയുന്ന ശാന്തമായ ചൈതന്യമാണ് ഞാൻ. ശാന്തിയുടെ സൂര്യനായ പരമാത്മാവിൻ്റെ സന്താനമാണ് ഞാൻ. ശാന്തിയുടെ കടലൊഴുകി ഈശ്വര ചൈതന്യം എൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞ് മനസ്സിൽ നിന്ന് ആ പ്രകാശം ശരീരമാസകലം ഒഴുകി കേശാദിപാദം നിറഞ്ഞ് മനസ്സും ശാന്തം
ശരീരവും ശാന്തം. ശാന്തിയുടെ സൂര്യനെ പോലെ പരമാത്മ ചൈതന്യം ഭവനം മുഴുവൻ നിറഞ്ഞ് എല്ലാവരുടെയും മനസ്സിനെയും ശരീരത്തെയും ശീതളമാക്കി വീടൊരു ശാന്തി കുണ്ഡമായി മാറുകയാണ്. ഭവനം ഒരു ക്ഷേത്ര സമാനം ശിവാലയമായി തീരുകയാണ്. ശാന്തിയുടെ ശക്തിയുടെ വെളിച്ചം നിറഞ്ഞ ശിവാലയം. ഈ ശാന്തിയുടെ ശക്തി തരംഗങ്ങൾ പരമാത്മ ചൈതന്യമൊഴുകി നാനാഭാഗത്തേക്കും സർവാത്മാക്കൾക്കും സമസ്ത വിശ്വത്തിനും ശാന്തിയുടെ ശക്തി നൽകുകയാണ്. ഓം ശാന്തി.